ടീം തോൽക്കുമ്പോഴും വേണം ജയിക്കുമ്പോഴും വേണം. അല്ലാതെ രണ്ട് തരം ഫാൻസ് ഉണ്ട്. കൊച്ചു നമ്മൾ സമ്മതിച്ചു. ചുരിദാർ ഫാൻസിന്റെ കുറച്ച് ആൾക്കാർ പോയി കളിയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇത് ജയിച്ചു. തുടങ്ങിയപ്പോഴേ കപ്പ് അർജന്റീനക്ക് പിന്നെത്താ ഞങ്ങളിപ്പോ രണ്ടാം സ്ഥാനത്തിനെ കളിച്ചോ, ഒന്നാം സ്ഥാനത്ത് കളിച്ചില്ല, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എവിടെങ്കിലും ഒന്ന് നിൽക്കി, നിങ്ങൾ ഒന്നെങ്കിലും കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ പറയാം. നമ്മള് കളിച്ചാണ്ട പറ്റും. നിങ്ങളെ മാതിരി നിങ്ങളെ ചെങ്ങ ബ്രോസ്റ്റി അനക്ക് കിട്ടും 100% ഉറപ്പാ? ജയിച്ചു ഉറപ്പല്ലേ? അനക്കോ ഇന്നലെ തന്നല്ലേ ഇന്നലെ എന്താ പറഞ്ഞേ? റോസ്റ്റ് എന്തായാലും എനിക്കാണ് പേടില്ല. ഇന്നലെ ആദ്യം ഈ അർജന്റീന തീരുമാനമാക്കി കഴിഞ്ഞില്ല. കളി ഇന്നാണ് വെച്ച കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത ഇത് തീർന്നു, ലിസ്റ്റിലായി. ആദ്യം ഇതിന്റെ കഴിക്കട്ടെ. തൊള്ളൊന്നുമില്ല, ഞാൻ ഫുഡ് വന്ന് കഴിച്ചു മാത്രമേ. അടുക്കാതെ ഉറപ്പാ? എങ്ങനെയാലും ഇപ്പൊ ഞാനും തരും അല്ലേ? നമ്മ കണ്ടാളി എങ്ങനായാലും അന്റെ പാണെങ്കിലും ഓന്റെ ഒപ്പം എന്റെ ഒപ്പം നിങ്ങളോണ്ട് തീർത്ത തീരോ? അത്രേ ഉള്ളൂ. പിന്നെന്താ അത് പൊട്ടിച്ച് അവിടെ നിന്നോ? അവിടെ പൊട്ടിച്ച് ജോറേ അതെല്ലാം ഞങ്ങൾ അർജന്റീന ജയിച്ചൂലേ? ജയിച്ചൂലേ? ഞങ്ങൾ ജയിച്ചു. പിന്നെ ലെഫ്രി ജയിപ്പിച്ചാ പിന്നെ ലെഫ്രി ജയിപ്പിച്ചാൽ പറയണ്ടേ? ഞങ്ങൾ കളിച്ചു ഇതുവരെയുള്ള കളി മുഴുവൻ കളിച്ചു. അവിടെ കിട്ടാട്ടെ, അതാണ് തൂക്കി പോടെ. ആ പറയും സംസാരിക്കല്ലേ? കഴിച്ചില്ലാവിയാതെ നമ്മളവിടെ എത്തിക്കണം. തുടക്കം മുതൽ ചൂടി നടക്കാൻ ശരിയാക്കാറോ? കമ്മിറ്റി കളിയല്ല കളിച്ച ജയിച്ചു. ഞങ്ങളാണെങ്കിൽ എന്തൊക്കെ കേക്കണം? പെനാൽറ്റി ആണല്ലോ. പിന്നെത്താണ് ഞങ്ങളാണ് എന്തൊക്കെ കേക്കണം? അതെ, അല്ലാതെ ഒന്നും അടിച്ചണല്ലോ വൃത്തിക്കൊന്നും. നിങ്ങളെ പവറോണാണ് കേക്കണേ, അല്ലാതെ എത്താണ് ബാക്കിയുള്ള ഒരു ടീം ഇങ്ങനെ പറയില്ലല്ലോ. ഞാൻ ഒരു കാര്യം ചോദിച്ചു. ഇന്ന് ആര് ജയിക്കും? ഇന്നോ ഇംഗ്ലണ്ട് ജയിച്ചു. ഇംഗ്ലണ്ട് ജയിച്ചു. ഒന്നും തെറ്റില്ല. നമ്മള് സ്പെയിനെ ഫൈനലിലെത്തിയ കറക്റ്റ് പ്രഡിക്ഷൻ. എന്താ ജയിച്ചാ? അതെ അതെ, നമ്മളാ മാറ്റി വെച്ചേക്ക് ഇന്നലെ പൊട്ടിച്ചണ്ട ഫൈനലിൽ എടുത്ത് ഏതെങ്കിലും ഒരു കളി മനസ്സ് മാത്രമേ കണ്ടിടോ. ഏതാണ്ട് ഞങ്ങൾക്ക് എല്ലാം ജയിക്കുന്ന ഉറപ്പാണ്. കുറച്ചൊക്കെ കാണാൻ അതുകൊണ്ട് കാര്യമില്ല. ഞാൻ ടീം തോൽക്കുമ്പോഴും വേണം ജയിക്കുമ്പോഴും വേണം. അല്ലാതെ രണ്ട് തരം ഫാൻസ് ഉണ്ട്. കൊച്ചു നമ്മൾ സമ്മതിച്ചു. ചുരിദാർ ഫാൻസിന്റെ കുറച്ച് പോയി കളിയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇത് ജയിച്ചു. തുടങ്ങിയപ്പോഴേ കപ്പ് അർജന്റീനക്ക് പിന്നെത്താ ഞങ്ങളിപ്പോ രണ്ടാം സ്ഥാനത്തിനെ കളിച്ചോ, ഒന്നാം സ്ഥാനത്ത് കളിച്ചില്ല, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എവിടെങ്കിലും ഒന്ന് നിൽക്കി, നിങ്ങൾ ഒന്നെങ്കിലും കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ പറയാം. നമ്മള് കളിച്ചാണ്ട പറ്റും. നിങ്ങളെ മാതിരി നിങ്ങളെ ചെങ്ങായി ബേര ഗ്രൗണ്ട് കൗന്നെടുക്കാൻ നീച്ചു പോയ പേടിച്ചാണ്ട് കാട്ടില്ലേ? ഓനെപ്പോഴും നിങ്ങൾ കളിപ്പിച്ചണ്ട. വേൾഡ് കപ്പ് വരെ കഴിഞ്ഞില്ലേ? അമീനെ അർജന്റീന ജയിച്ചൂലേ? തീർച്ചയായും. അപ്പൊ സ്പെയിനല്ലേ? അവിയേ ഇവനൊന്നും സ്പെയിനല്ല കേട്ടോ. അമീനൊന്നും ഓന്ന് അർജന്റീന ജയിച്ചെന്നാ പറഞ്ഞേ. നമുക്ക് അർജന്റീന കൂടി കിട്ടണം കൈപ്പാട്ടിന്.
ഇംഗ്ലണ്ടിനെ നമ്മൾ കഴിഞ്ഞ യൂറോപ്പ് ഫൈനലിൽ തോൽപ്പിച്ചു. കാരണം അർജന്റീന തോൽപ്പിച്ച ഇവിടുത്തെ കുറച്ച് ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ നടൻ ജയിച്ചോട്ടെ. അങ്ങനെ പാടില്ല അല്ലെ, ചെറുതായിട്ടൊരു ചെറുതായിട്ട്. ഏതായാലും അപ്പൊ ഇന്ന് കളി കണ്ടോണ്ട് എടോക്കെ ഞങ്ങളിന്ന് തൂക്കി വാരും. നമ്മൾ അർജന്റീന ആദ്യം മുതൽ റിസോർട്ട് പോയെന്ന് ജയിച്ചിട്ട് വരുന്നു. കാണോക്കെ ജയിച്ചിട്ട് വരുന്നു. കോൺഫിഡൻസ് നോക്കി ഇതൊക്കെ ജയിക്കുന്നില്ല കോൺഫിഡൻസ് ആണ് അതൊക്കെ. വേറെന്നുണ്ട്. ഇന്നലെ 97 മിനിറ്റ് വരെ അവനെ തൊള്ള തുറന്നില്ല. കളിക്ക് മുമ്പ് പറയണോ കളി തുടങ്ങിയ ഒരു മിനിറ്റ് പോലെ അർജന്റീന സ്പെയിൻ 5 കളി ഒരു മിനിറ്റ്. ലാസ്റ്റ് കളിത്തെ സ്കോർ എത്ര? ലാസ്റ്റ് കളി 6-1 അർജന്റീന. ഇത് കണ്ടിച്ച് നട്ടല്ല, നമ്മള് തിരില്ല. നമ്മൾ ആദ്യം പോയില്ലേ. ഇവ രാജമോന്റെ ആളാ, മരിച്ചതല്ലല്ലോ, കൊന്നതാന്നല്ലേ. ഏതായാലും കണ്ടോ ഞങ്ങൾ അർജന്റീന ജയിച്ചുമ്പോ പാൻറ് ഒരു പാഞ്ഞാണ്ടിരിക്കൂടെ കേട്ടോ. ഇവിടെ നിന്ന് കളി കാണാത്തോട് തരക്കടില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾ കളിച്ചെന്നല്ലോ ജയിച്ചനെ. ജോറെ ഒന്ന് ആലോചിക്കാം. അർജന്റീനയോട് ആ ഈജിപ്തിനോട് കളിച്ചതിന് വരെ അർജന്റീനയോട് ഒരു വില ഉണ്ടായിരുന്നു. അതോടുകൂടി ആ വില പോയി. സത്യം അല്ല, നിങ്ങൾ ജയിച്ചതിന്റെ പ്രശ്നമല്ല, ഞങ്ങൾ ആ കാട്ടി കൂടുതൽ കണ്ടപ്പോ ചർച്ചയായി. അങ്ങ് ഇങ്ങനെ വെറുതെ ജയിച്ചു പോയി. നമ്മളൊന്നും ഇങ്ങനെ കാട്ടി കൂട്ടിച്ചല്ല. മീറാനെ ഇവിടെ ഒന്ന് പങ്കെടുത്താ ജി എത്താണ് ജി ആരോടും ചോദിച്ചു നോക്കിയാ ഒരാളെ പറയട്ടില്ല എന്നല്ലേ. ഞങ്ങൾ പറയണ്ടല്ലോ, അർജന്റീന ഫാൻസ് പറയുമല്ലോ, ഉറപ്പന്നല്ലേ. നിങ്ങളെ ടീം ഞങ്ങൾ കുറ്റം പറയണ്ടല്ലോ. ഞങ്ങൾ പറയുമല്ലോ നിങ്ങളെ ടീമിനെ കുറ്റം പറയണ്ടല്ലോ. നമ്മളങ്ങനല്ല, നമ്മളെ ടീമിനോട് കൂടുതലുള്ള ആൾക്കാർ എന്താണ് പറയുള്ളത്? 100%. തെറ്റ് കണ്ട അംഗീകരിക്കണം. അല്ല ആകെ ഒരു ലേച്ച് പുറം പോയാലും എത്തിനാ ഇവിടെ കൊറേ അഭിപ്രായം പറയുന്നത്. പിന്നെത്താ അല്ലാതെ ഇപ്പൊ വേൾഡ് കപ്പ് എല്ലാ ടീമും ഫൈനൽ കളിച്ചു ഇല്ലല്ലോ. ഞങ്ങൾ 5 എണ്ണം വാങ്ങി കഴിഞ്ഞാൽ എനിക്കറിയോ. ആയിക്കോട്ടെ, ഇപ്പോഴും പറയാനുള്ള അതാണ്. ആ 5 എണ്ണം വാങ്ങിയ കഥ നിങ്ങൾ എത്ര എണ്ണം വാങ്ങിയാണ്? ഏതേ ഒരു കപ്പ് എടുക്കണേ ചേട്ടൻ. നിങ്ങൾ ആകെ 3 എണ്ണം വാങ്ങിയാണ്. അതില് ഒന്ന് കച്ചോണ്ട്. ആയിക്കോട്ടെ, ഞങ്ങള് കച്ചോണ്ട് കാലോണ്ട്. ഹാൻഡ് ഓഫ് ഗോഡ്, ഹാൻഡ് ഓഫ് ഗോഡ്. അതാണ് ദൈവത്തിന്റെ കൈയാണ്. ഇതുവരെ കണ്ടില്ലല്ലോ വാങ്ങണേ. ഏത് 2002 ഞാൻ കണ്ടിരുന്നു. മറ്റേ ഇവിടെ തുറന്നു കണ്ടില്ല. 2 ദിവസം എന്റെ ഉമ്മാന്റെ വാപ്പാന്റെ മടി തുറന്നാണ്ട്. അതെ, ഈ ഫുള്ള് കണ്ടില്ലേ. ഒറ്റ മടി 2ാം വയസ്സിന്റെ മടി തുറന്നല്ലേ, ഒറ്റക്ക് കസാല തുറക്കുമല്ലോ. ഏതായാലും ഇന്ന് അർജന്റീന ജയിക്കും. നിങ്ങളെ കരച്ചിൽ തുടരും. ഞമ്മക്കൊരു കരച്ചില്ല, നിങ്ങൾ കളിച്ചാണ്ട് ജയിച്ചാൽ മതി, അത്ര സന്തോഷമുള്ളൂ. കളിച്ചാണ്ട് കളിച്ചന്നെ ജയിക്കും. അല്ലാതെ ആ ഉടായ്പെടുത്തി ജയിച്ചു കണ്ടോ. ഇന്ന് വണ്ടി പോകുമ്പോ ഇങ്ങനെ കണ്ടോണ്ട് കാണും. ഞാൻ വീഡിയോ തയ്ച്ചിരുന്ന കളി കാണണേ. ബ്രസീലാരനാണ്. ബ്രസീൽ വെറും ബാപ്പാന്റെ മടി കുത്തിർന്നാണോ മറ്റേ 2002 കപ്പെടുക്കണ കണ്ടെന്നാണ് അല്ലേ. എത്രയാടി മടി അവന്റെ ടീം ആകെ എടുത്തേ. ഞങ്ങളിപ്പോ എത്ര കാലം കാണുന്നാലും ഇപ്പൊ ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ കണ്ടില്ലേ തുടർച്ച എത്ര കാലം കാത്തുന്നിനി. നിങ്ങൾക്ക് തോൽപ്പിച്ച സുഖാണല്ലോ, ഒരു ബുളി മതി. അങ്ങനൊന്നല്ല ഫീ, ഞങ്ങൾ കളിച്ചാണ് അല്ലേ. ഇന്നെത്തും ജോറെ അങ്ങനെ എത്തൂലേ.